കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിന് മഹത്വമുണ്ടാകുവാൻ ഇടയാകട്ടെ. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൻ്റെ ദൂത് നമ്മുടെ ഹൃദയത്തിന് ബലം നൽകത്തക്ക നിലയിൽ പരിശുദ്ധാത്മാവ് ആഴം ശക്തമായി തൊടുന്ന ദൈവം വളരെ ശക്തവും ആഴമായി ഇടപെടുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമായി തീരുവാൻ ഇടയാകട്ടെ. വചനം കേൾക്കുന്ന ദൈവമക്കൾക്ക് യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. യെശയ്യാവിൻ്റെ പുസ്തകം 52 അധ്യായം 12 വാക്യം, നിങ്ങൾ ബദ്ധപ്പാടോടെ പോകുകയില്ല, ഓടിപ്പോകുകയുമില്ല. യഹോവ നിങ്ങൾക്ക് മുമ്പായി നടക്കും, ഇസ്രായേലിൻ്റെ ദൈവം നിങ്ങൾക്ക് പിൻപടയായിരിക്കും. ഇന്ന് പരിശുദ്ധാത്മാവ് ആ വാക്യത്തിൽ നിന്ന് ആഴമായി ചൂണ്ടിക്കാണിക്കുന്ന ഒരു പദം, വാക്ക് ഇപ്രകാരമാകുന്നു: നിങ്ങൾ ബദ്ധപ്പാടോടെ പോകുകയില്ല. ജീവിതത്തിൻ്റെ വഴിത്താരകളിൽ ഇന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നതും ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും കടന്നുപോകുന്ന സാഹചര്യങ്ങൾ, അവസ്ഥകളിൽ ആ ഒരു പദം വളരെ അർത്ഥവത്തായി തോന്നുന്നില്ലേ? നിങ്ങൾ ബദ്ധപ്പാടോടെ പോകുകയില്ല. വളരെ ഞെരുക്കത്തോടെ, ആ ഒരു ബദ്ധപ്പാടോടെ കടന്നു പോകുന്ന ഒരു സാഹചര്യമാണോ, അവസ്ഥയാണോ? വല്ലാത്ത ഞെരുക്കത്തിൻ്റെ തലം, വല്ലാത്ത വേദനാജനകമായ അനുഭവങ്ങൾ, ഒരിക്കലും കടന്നു പോകാത്ത വഴികളിൽ കൂടെ, ഞെരുക്കത്തിൻ്റെ പാതയിലൂടെ, കൂരിരുളിൻ്റെ മണ്ഡലത്തിൽ കൂടെ കടന്നു പോകുന്ന ഒരവസ്ഥയാണോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഴവും ശക്തമായി ഇടപെടുന്ന ദൂത്, ദൈവത്തിൻ്റെ പൈതലേ, വാഗ്ദത്തങ്ങളുടെ സമയം അടുത്തിരിക്കുന്നു, ദൈവപ്രവൃത്തിയുടെ സമയം അടുത്തിരിക്കുന്നു. ഇനി ബദ്ധപ്പാടോടെ പോകുകയില്ല. ഇനി ജീവിതത്തിൻ്റെ തലങ്ങളിൽ ഇനിയുള്ള യാത്ര, ഇനി മുമ്പോട്ട് ഓരോ മിനിറ്റുകളും, ഓരോ മണിക്കൂറുകളും, ഓരോ ദിവസങ്ങളെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ദൂത് വെളിപ്പെടുത്തുക. ബദ്ധപ്പാടോടെ പോകത്തില്ല. ഞെരുക്കത്തോടെ, വളരെ പ്രയാസത്തോടെ കർത്താവ് അയക്കത്തില്ല. ആ നിലയിൽ ദൈവത്തിൻ്റെ ശബ്ദം ഇന്ന് ആഴമായി ഇടപെടുക. പരിശുദ്ധാത്മാവ് അതിശക്തമായി ദൂത് വെളിപ്പെടുത്തുക. ഇന്ന് ഏത് സാഹചര്യത്തിലാണ് ദൈവത്തിൻ്റെ പൈതലെ, ഏത് വിഷയത്തെ ചൊല്ലിയ ആ ഒരു ബദ്ധപ്പാടോടെ കടന്നു പോകുന്നത്, ആ മേഖലയിൽ ദൈവം തൊടാൻ പോവുക. അവിടെ ഒരു വിടുതലുണ്ടെന്നും, അവിടെ ഒരു ദൈവപ്രവൃത്തി ഉണ്ടെന്നും, അവിടെ ഒരു അത്ഭുതം കർത്താവ് ചെയ്യുമെന്നും, മഹത്വത്തിൻ്റെ ഭുജം ശക്തിയോടെ, അധികാരത്തോടെ ആ മേഖലകളിൽ ദൈവം തൊടാൻ പോകുന്നു എന്ന് പരിശുദ്ധാത്മാവ് ആഴമായി ദൂത് വെളിപ്പെടുത്തുക. ദൈവത്തിൻ്റെ പൈതലേ, ആ ജോലി കിട്ടുമ്പോൾ, ആ തലത്തിൽ എത്തിച്ചേരുമ്പോൾ എൻ്റെ കഷ്ടതകളൊക്കെ അങ്ങ് മാറും, എൻ്റെ ഞെരുക്കങ്ങളൊക്കെ മാറും. അങ്ങനെ ചിന്തിച്ചൊരു കാലഘട്ടമുണ്ടായിരുന്നു. എന്നാൽ വഴികൾ തുറന്നു, വാതിലുകൾ തുറന്നു. ആ ബദ്ധപ്പാടോടെയുള്ള യാത്രയ്ക്ക് മാത്രം ഇന്നും ഒരു മാറ്റം വരുന്നില്ല, ഒരു വ്യത്യാസം വരുന്നില്ല. ഇപ്രകാരം ജീവിതാവസ്ഥയിൽ കടന്നു പോകുന്ന ദൈവത്തിൻ്റെ പൈതലേ, പരിശുദ്ധാത്മാവ് ആഴമായി ദൂത് വെളിപ്പെടുത്തുക. ഇനി ബദ്ധപ്പാടോടെ പോകത്തില്ല. ഇനി ഈ കഷ്ടതയുടെ പാതയിലൂടെ ദൈവം നടത്തത്തില്ല. ഇനിയൊരു സമാധാനത്തോടെ ദൈവം പുറപ്പെടുവിക്കുന്ന കാലഘട്ടമാണ് ഇനി എൻ്റെ യാത്ര. ഇനി എൻ്റെ ജീവിതത്തിൽ ഓരോ സമയങ്ങളും നിറവോടെ ആയിരിക്കുക, സ്വസ്ഥതയോടെ ആയിരിക്കുക, സമാധാനത്തോടെ ആയിരിക്കുക. ആ നിലയിൽ ദൈവത്തിൻ്റെ കരം ചലിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ആഴമായി ദൂത് വെളിപ്പെടുത്തുക. തിരുവെഴുത്തിനകത്ത് ഭക്തന്മാരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവർ ബദ്ധപ്പാടോടെ നടന്നൊരു കാലഘട്ടമുണ്ട്. എന്നാൽ ആ ചരിത്രം മാറ്റി, ആ ചരിത്രം തിരുത്തി ദൈവം അവരുടെ ജീവിതത്തിൽ നിറവിൻ്റെ, സ്വസ്ഥതയുടെ, സമാധാനത്തിൻ്റെ കാലഘട്ടമാക്കി ദൈവം തീർത്തു എന്ന് വേദപുസ്തകം
ആഴവും ശക്തവുമായി വെളിപ്പെടുത്തുന്ന അനവധി ഉദാഹരണങ്ങൾ നിറഞ്ഞു കിടക്കുക. ദൈവത്തിൻ്റെ വൈതലേ, ഈ ദൂതാഴമായി വിശ്വസിച്ച് ഏറ്റെടുത്തു, പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം ഏറ്റെടുത്തു. ഇന്ന് ഞാൻ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ബദ്ധപ്പാടുകൾ, ഇതിനകത്ത് നിന്ന് ഒരു മോചനമുണ്ട്, ഇതിനകത്തുനിന്നൊരു വിടുതലുണ്ട്, ഇതിനകത്തുനിന്നൊരു സ്വാതന്ത്ര്യമുണ്ട്. എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ കൽപ്പിക്കാൻ പോകുന്ന പുതിയ വഴികളുണ്ട്. എൻ്റെ നടപ്പിന്, എൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾക്ക് ദൈവം അസാധാരണമായ മാറ്റങ്ങൾ വരുത്തുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുവാനിടയാകട്ടെ. ഇനി നിറവോടെ ദൈവനെ നടത്തും, ഇനി സ്വസ്ഥതയോടെ ദൈവനെ നടത്തും, ഇനി സമാധാനത്തോടെ ദൈവനെ നടത്തും. അതാ ഇനിയുള്ള എൻ്റെ നാളുകൾ, എൻ്റെ ജീവിതം അങ്ങനെയായിരിക്കും. ആ വിശ്വാസത്തോടെ, ഉറപ്പോടെ ജീവിതത്തിൻ്റെ തലങ്ങളിൽ ദൈവമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ അപ്രകാരമുള്ള വാഗ്ദത്തങ്ങൾ കർത്താവിത നൽകി തരാൻ പോകുന്നു. കർത്താവ് സഹായിക്കും, അനുഗ്രഹിക്കും. പ്രാർത്ഥിക്കട്ടെ. സ്നേഹവാന ദൈവമേ, സ്വർഗീയ പിതാവേ, എന്ന് കേൾപ്പിച്ച അങ്ങയുടെ ദൂതനായി സ്തോത്രം. ദൈവത്തിൻ്റെ ആലോചനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ജനത്തെ സഹായിക്കണം. അവരുടെ അവസ്ഥയിൽ സാഹചര്യങ്ങൾ കർത്താവ് കേൾപ്പിച്ച വചനം നിവർത്തിയാകട്ടെ, ദൂത് നിവർത്തിയാകട്ടെ. കർത്താവേ, ജനത്തെ സഹായിക്കണം. ഇപ്പോൾ വിടുതലുകളും സൗഖ്യങ്ങളും നടക്കുവാൻ പ്രാർത്ഥിക്കുക. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.